വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും റെക്കോർഡ് ചെയ്തില്ലായിരുന്നു, റെക്കോർഡ് ഇട്ട്. അപ്പം വോളിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ തരം വോളിയം നമ്മൾ നോക്കാറുണ്ട് യൂഷ്വലി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ? എല്ലാവരും സംസാരിക്കുക, സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ സംസാരിക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്ത് തരം വോളിയംസ് ഒക്കെയാണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നോക്കുന്നത്? സാറിന് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ? ഇതാണോ ഡെലിവറി വോളിയം ഒക്കെയാണോ ചോദിച്ചാ? റിലേറ്റീവ്. അതെ. പിന്നെ RVOയിൽ നോക്കാറുണ്ട്. RVOയിൽ എന്താണ് സംഭവം? റിലേറ്റീവ് വോളിയം. അതെങ്ങനെ നോക്കുന്നത്? അത് എത്രയായിരുന്നു? 1.5-യും 2-ന്റെ ഉള്ളിലുള്ളത് ആണെങ്കിൽ കൂടുതൽ 1.5 വരുന്നത് ട്രേഡ്. 1.5 വരുന്നത് റെഡിമെയ്ഡ് ട്രേഡ് 1.5 ആക്കി വെച്ചേക്കും അല്ലേ? അല്ല, അതല്ല, 1.5-യും 2-ന്റെ ഉള്ളിൽ വരുന്നതാണ് ഞാൻ നോക്കാറുള്ളത്. ഓക്കെ. പിന്നെ വേറെ എന്ത് വോളിയം നോക്കാറുണ്ട്? പിന്നെ ബ്രേക്ക് ഔട്ട്, ഹൈ വോളിയം നോക്കാറുണ്ട്. അതിന്റെ കോമ്പിനേഷൻസ് നമ്മൾ നോക്കില്ലേ? ഓക്കെ. പിന്നെ ഡെലിവറി വോളിയം, ട്രേഡഡ് വോളിയം, ഡെലിവറി വോളിയം നോക്കും. ഓക്കെ. ഇപ്പോൾ ഒരു വോളിയം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓർഡറുകൾക്ക് അനുസരിച്ചാണ് വോളിയം ക്രിയേറ്റ് ആവുന്നത്. എത്ര ബൈ എത്ര സെൽ നടക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് വോളിയം ക്രിയേറ്റ് ആവുന്നത്. അപ്പം സാധാരണ പ്രൈസ് മൂവ് ചെയ്യുക, അപ്വേർഡ് മൂവ് ചെയ്യുകയും വോളിയം കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ട്രെൻഡ് കൺഫർമേഷനായിട്ട് ആ ഒരു ഡയറക്ഷനിലേക്കുള്ള അപ് ട്രെൻഡിലേക്ക് പ്രൈസ് മുകളിലോട്ട് പോകുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് കൺഫർമേഷൻ, അതിലൊരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അല്ല, ഇനി പ്രൈസ് കൂടുന്നുണ്ട് വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടാണ് യൂഷ്വലി കാണാറ്. ചില സമയത്ത് പ്രൈസ് കൂടുന്ന കാണാം, പക്ഷേ വോളിയം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന കാണാം. അപ്പോൾ വോളിയത്തിൽ മെയിനായിട്ട് നമ്മൾ 2 വോളിയമാണ് കാണുന്നത്. ഒന്ന് ട്രേഡ് വോളിയം, പിന്നെ നമ്മൾ പറയുന്ന ഡെലിവറി വോളിയം. അപ്പോൾ ട്രേഡ് വോളിയം യൂഷ്വലി അതാ ദിവസം നടക്കുന്ന ഇൻട്രാഡേ വോളിയംസ് ആണ് ട്രേഡ് വോളിയംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എൻഡ് ഓഫ് ദി ഡേയിലാണ് ഡെലിവറി വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്ര പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് ഡെലിവറി എടുക്കുന്നതനുസരിച്ചാണ് ഡെലിവറി വോളിയം വരുന്നത്. അപ്പം ഇതിനകത്ത് റിയലി ഒരു സ്റ്റോക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഈ ഡെലിവറി വോളിയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഈ ഇൻട്രാഡേ വോളിയത്തിൽ ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് വോളിയത്തിൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമുക്ക് റിയലി ഒരു സ്വിങ് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈം ലോങ് ടൈമിലേക്കൊക്കെ നമ്മൾ സ്റ്റോക്കുകളിലേക്ക് എൻട്രി എടുക്കുമ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് അതിലുള്ള ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെലിവറി വോളിയം എത്ര ഉണ്ടെന്ന് നോക്കണം. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് ഒക്കെ അതിലാണ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡെലിവറി വോളിയം കുറവാണ്, ട്രേഡ് വോളിയമാണ് കൂടുതലെങ്കിൽ സ്റ്റോക്ക് ഇന്ന് ചിലപ്പം മുകളിലോട്ട് പോയത് നാളെ ചിലപ്പം ട്രേഡ് വോളിയത്തിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ സെല്ലടിച്ച് താഴോട്ട് കൊണ്ടുവരാം. ട്രേഡ് വോളിയമാണ് ട്രേഡ് ചെയ്യാനുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ഡെലിവറി വോളിയത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഒരു ടോട്ടൽ ട്രേഡ് വോളിയം ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതിനകത്ത് ഇൻട്രാഡേ സ്ക്വയർ ഓഫ് കഴിഞ്ഞിട്ട് വളരെ കുറച്ചൊരു പെർസെൻറ്റേജ്, 80% ട്രേഡ് വോളിയമായിട്ട് പോയാൽ 20% ഒക്കെ മാത്രമേ ഡെലിവറി വോളിയമായിട്ട് വരത്തുള്ളൂ. ആ ഒരു ഡെലിവറി വോളിയം 30-40% ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു മൂവ് തരാൻ, ഒരു സ്റ്റഡി മൂവ് തരാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. ആ ട്രേഡ് വോളിയം നോക്കുന്ന അറിയാമല്ലോ ഏതോടാണ് നോക്കുന്നതെന്ന്. ഞാൻ അതിനോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് എഡ്ജിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡെലിവറി വോളിയം കൃത്യമായിട്ട് അതാ ദിവസത്തെ വീക്കിലി മന്ത്ലി എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തൊരു ഇതാണ് ടേൺ ഓവർ വോളിയം. ടേൺ ഓവർ വോളിയം നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നോക്കിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ടേൺ ഓവർ വോളിയം എന്താണെന്ന് അറിയാമോ? ഇല്ല. അറിയത്തില്ല.
ടേൺ ഓവർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നടക്കുന്ന ടോട്ടൽ ടേൺ ഓവർ. ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടേൺ ഓവറിലാണ് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന പ്രൈസ് ഇൻറ്റു എത്ര ക്വാണ്ടിറ്റി, അതായത് ട്രേഡ് പ്രൈസ് ഇൻറ്റു ട്രേഡ് വോളിയമാണ് ടേൺ ഓവർ വോളിയം എന്ന് പറയുന്നത്. ഈ ടേൺ ഓവർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലി ഒരു ടേൺ ഓവർ വോളിയം 1 ബില്യൺ എബോ ഉണ്ടായിരിക്കണമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കണക്ക്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്കൊരു ഫോക്കസ് വരണമെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ ഒരു 1 ബില്യൺ എബോ ഒക്കെ ടേൺ ഓവർ 1 ബില്യൺ ടു 2 ബില്യൺ എബോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സ്റ്റോക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം അവിടെ അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു ഹ്യൂജ് ഓർഡർ അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി അവരുടെ ഒരു ലിക്വിഡിറ്റി, ഈ വോളിയത്തിൻ്റെ മറ്റൊരു ഫേസ് ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അത്രയും വലിയൊരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അവർക്കൊരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ, അവർക്കൊരു ഫോക്കസ് വരണമെങ്കിൽ ഈ ഒരു ടേൺ ഓവർ വോളിയം ഒരു 1 ബില്യൺ ടു 2 ബില്യൺ എബോ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് താഴെ ഉള്ളതിനകത്ത് അധികം ആക്ടിവിറ്റി ഉണ്ടാകുന്നില്ല, അത്രയും ടേൺ ഓവർ ഉണ്ടാവുന്നില്ല. അതിനാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിലേക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അത്രയും ഉദ്ദേശിക്കുന്ന വോളിയം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ക്വാണ്ടിറ്റി. അതുകൊണ്ട് അവർ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ടേൺ ഓവർ വോളിയം എന്ന് പറയുന്ന ഒരു മേജർ ഫാക്ടറാണ് വോളിയത്തെ സംബന്ധിച്ചോളം. പിന്നെ മൂന്നാമത്തെ, ഇപ്പം ഇത് ടേൺ ഓവർ വോളിയം പിന്നെ നമ്മളെ ഒരു കാര്യത്തിൽ ഈ 1 ബില്യൺ അല്ലെ 2 ബില്യൺ എന്നുള്ളൊരു ക്യാപ്പ് നമ്മൾ വെക്കുന്നത് കൊണ്ട്, ക്യാപ്പ് അല്ല ഒരു ബേസ് വെക്കുന്നുണ്ട്, ബെഞ്ച് മാർക്ക്, അതിന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പെന്നി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികൾ ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ പെന്നി സ്റ്റോക്കുകൾ 5 കോടിയുടെ 5 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വോളിയം അല്ല ഒരു 25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് 500, 600 അല്ലെ 2000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ടേൺ ഓവർ വോളിയം. അത് ടേൺ ഓവർ വോളിയത്തിൽ പെന്നി സ്റ്റോക്കുകളെ അപേക്ഷിച്ച് മറ്റ് സ്റ്റോക്കുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ഈ ടേൺ ഓവർ വോളിയത്തിൽ പെന്നി സ്റ്റോക്കുകളും സ്മാൾ ക്യാപ്പുകളും ഈ മാനിപ്പുലേഷൻ നടക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഒഴിവായി കിട്ടും ഈ ഒരു 1 ബില്യൺ ടു 2 ബില്യൺ ആ ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഒരു മോണിറ്റർ ചെയ്യേണ്ട ഒരു കേസാണ് ടേൺ ഓവർ വോളിയം. അടുത്ത ഒരു വോളിയമാണ്, അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡെൽറ്റ. ഡെൽറ്റ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ബൈ വോളിയത്തിൻ്റെയും സെൽ വോളിയത്തിൻ്റെയും ഡിഫറൻസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഡെൽറ്റ ഗോ ചാർട്ടൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇംബാലൻസ് ചാർട്ട് ഉണ്ടാവും ഗോ ചാർട്ടിൽ. അതിനകത്ത് ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡുകൾ മിക്കതും ട്രെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതായത് ബയേഴ്സിൻ്റെ വോളിയം മൈനസ് സെല്ലേഴ്സിൻ്റെ വോളിയം, അതിൽ ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും. അത് ബയർ വോളിയം മൈനസ് സെല്ലർ വോളിയമാണ് ബേസിക്കലി ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇങ്ങനെ അക്യുമുലേറ്റ് ഓരോ 5 മിനിറ്റിൻ്റെ ഡെൽറ്റ നോക്കുന്നതെങ്കിൽ പ്രീവിയസ് 5 മിനിറ്റിൻ്റെ ക്യാനിൽ അതിൻ്റെ മുന്നത്തെ ക്യാനിൽ എല്ലാത്തിൻ്റെ കൂടെ ആഡപ്പ് ചെയ്ത് വരുന്ന ഡെൽറ്റ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ബയേഴ്സ് ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പോസിറ്റീവ് ഡെൽറ്റ വെച്ചിട്ട് നമ്മൾ ട്രെയിൽ ചെയ്ത് പോകാനുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഗോ ചാർട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക്. ഇംബാലൻസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിനകത്ത്. ഇംബാലൻസ് ചാർട്ട് ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ബൈയും സെല്ലും ആണ് നടക്കുന്നത്, അതിനകത്തൊരു കച്ചവടമാണ് നടക്കുന്നത്. കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ ക്ലിയർ ആയിട്ടത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര രൂപയ്ക്ക് ഇത്ര പേര് വിൽക്കാൻ ഒരു സൈഡിലുണ്ട്, ഇത്ര രൂപയ്ക്ക് ഇത്ര പേര് വാങ്ങാൻ ഒരു സൈഡിലുണ്ട്. പല ആൾക്കാർക്ക് പല വിലയുണ്ട്. ബിഡ് ആൻഡ് ആസ്ക് എന്ന് പറയും നമ്മൾ രണ്ട് രീതിയിൽ. അപ്പോൾ ബിഡ് വിത്ത് ഇത്ര ക്വാണ്ടിറ്റി, ആസ്ക് വിത്ത് ഇത്ര ക്വാണ്ടിറ്റി. അത് വിൽക്കാനുള്ളവർ ആസ്ക് ചെയ്യും, വാങ്ങാനുള്ളവർ ബിഡ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഓർഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രോക്കർ ആപ്പിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ബിഡ് ആൻഡ് ആസ്ക് ലെവൽസ്, എത്ര ക്വാണ്ടിറ്റി, ടോട്ടൽ വോളിയം, അപ്പുറത്ത് ഇത്ര വോളിയം. പക്ഷെ നമ്മൾ ചിലർ അന്ധമായിട്ട് വിശ്വസിക്കാറുണ്ട്, അതിനകത്ത് ബിഡ് കൂടി കഴിഞ്ഞാൽ പ്രൈസ് മുകളിലോട്ട് പോകും, ആസ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഓർഡറിൻ്റെ വോളിയം എന്താണ്. നമ്മളതൊരു ഓർഡർ ഇട്ടാൽ മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്താൽ ബിഡ് ആൻഡ് ആസ്കിൽ കാണിക്കത്തില്ല. അതൊക്കെയാണ് സഡനായിട്ട് നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൈസ് അടിച്ച് താഴോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ട്രാപ്പ് സംഭവിക്കാറുണ്ട് ഇത് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ ഞാനത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയരുത്. അത് അതുപോലെ തന്നെ അതിനകത്ത് വേറെ വ്യത്യാസം, ഓരോ ബ്രോക്കറിലും ചിലപ്പോൾ പല വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മളൊരു ഓർഡർ ഇട്ടാൽ പോലും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പോൾ ഒരു നല്ലൊരു ലിമിറ്റ് ഓർഡർ ഇട്ടെന്ന് വെച്ചാൽ ഒരു 500 ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ബൈയിൽ വന്ന് കിടക്കും. നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ അത് അവിടുന്ന് പോകും. അപ്പം അതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ബ്ലൈൻഡ്ലി ആരും വിശ്വസിച്ച് ട്രേഡ് എടുക്കാതിരിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇൻട്രാഡേയിൽ നമ്മൾ ഡെൽറ്റ നോക്കില്ല, നമ്മള് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ATM അതില് നമ്മള് വാല്യൂസ് ഇല്ലേ? ആ ഡെൽറ്റ അല്ല ഈ ഡെൽറ്റ. ആ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഗ്രീക്സിനകത്ത് വരുന്ന ഡെൽറ്റയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ 0.6 ആണ് അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ 1 രൂപ കയറുമ്പോൾ ആ പർട്ടിക്കുലർ സ്ട്രൈക്ക് 60 പൈസ കയറത്തുള്ളൂ. അതാണ് ആ ഡെൽറ്റ വരുന്നത്. അത് ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അത് ഈ ഡെൽറ്റയുടെ യാതൊരു ബന്ധവുമില്ല. ഇതിന് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല? ഏതാണ് നമ്മള് ഡെൽറ്റ ഡെൽറ്റ നമ്മൾ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇംബാലൻസ് ചാർട്ട് ഇതുണ്ട്, ഗോ ചാർട്ടിലുണ്ട്. ഇതില് എനിക്ക് തോന്നുന്നു പെയ്ഡ് വേർഷനകത്ത് ഇപ്പൊ ഇംബാലൻസ് ചാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു ട്രേഡിംഗ് വ്യൂവില്. പെയ്ഡ് വേർഷൻസിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. വോളിയം ഫുട് പ്രിന്റ് ഉണ്ട്, പ്രൈസ് ഫുട് പ്രിന്റ്, സെക്ഷൻ വോളിയം. ഇതിനകത്ത് ഇംബാലൻസ് ചാർട്ട് ഇല്ല. ചാർട്ട് തന്നെ അല്ലേ? ആ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഇംബാലൻസ് ചാർട്ട് ഒരു ക്യാനിനകത്ത് നടക്കുന്ന ട്രേഡ് ആണ് നമ്മൾ കാണുവാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇംബാലൻസ് ചാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ക്യാൻഡിലാണിത്. ആ ക്യാൻഡിലിനകത്ത് കിടക്കുന്ന ബൈയും സെല്ലും. ഇത്ര ബയേഴ്സ് ഇവിടെ, ഇത്രയൊക്കെ ബയേഴ്സ് ഇന്ന പ്രൈസിൽ, ഇത്രയൊക്കെ സെല്ലേഴ്സ് ഡിഫറെൻറ്റ് പ്രൈസിൽ. ഇത് പ്രൈസ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വടംവലിയാണ്. ഇതൊരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലാണ് നടക്കുന്ന കച്ചവടമാണ് ഈ കാണിക്കുന്നത്. ഇതിന് ആര് ഡോമിനേറ്റ് ചെയ്യുന്നു അത് ബേസ് ചെയ്തിട്ടാണ് ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ബയേഴ്സ് ആണ് കൂടുതലെങ്കിൽ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രീൻ ക്യാൻഡിലായിട്ട് പുറത്ത് വരും. അല്ല സെല്ലേഴ്സ് ആണ് കൂടുതലെങ്കിൽ സെല്ലേഴ്സ് ബയേഴ്സിനെ മൊത്തം അബ്സോർവ് ചെയ്യുമ്പോൾ സ്റ്റിൽ സെല്ലറാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു റെഡ് ക്യാൻഡിലായിട്ട് ആ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യും. അപ്പോൾ അത് റെഡ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്യും. മനസ്സിലായോ? ഇതാണ് നമ്മൾ ക്യാൻഡിൽ സിമ്പിൾ ഒരു ക്യാൻഡിലായിട്ട് നോക്കുമ്പോൾ ചാർട്ടിൽ ക്യാൻഡിലായിട്ട് മനസ്സിൽ കാണുന്നത്. എപ്പോഴും ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നു. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ റെഡ് ക്യാൻഡിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെല്ലർ ഡോമിനേറ്റ്, അതായത് സെല്ലറിന്റെ ക്വാണ്ടിറ്റി ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് അവർ ബയറിനെ മൊത്തം അബ്സോർബ് ചെയ്തു. അതുകൊണ്ടാണ് സെല്ലർ. ഇതുകൊണ്ടാണ് ചില വിക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാവും. ഷൂട്ടിംഗ് സ്റ്റാറിന്റെ മാതിരിയൊക്കെ വലിയ വിക്കുകൾ വരുമ്പോൾ അത്രത്തോളം സെല്ലേഴ്സ് വന്നിട്ട് പെട്ടെന്ന് ഓർഡേഴ്സിനെല്ലാം ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഒരു ടെയിലും ഒരു ചെറിയ ബോഡിയായിട്ട് അത് ക്ലോസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കൂടെ ഒക്കെ നമുക്ക് ആ വോളിയത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് ഈസി. ഇതിപ്പം ഗോ ചാർട്ടാണ്. അപ്പോൾ അവിടെ പോയി ഗോ ചാർട്ടിങ്. ഗോ ചാർട്ടിലെ ക്യാൻഡിൽസ് ആണ്, ഇംബാലൻസ് ചാർട്ടാണ്. അവിടെ ഇംബാലൻസ് ചാർട്ടുണ്ട്, ക്ലസ്റ്റർ ചാർട്ടും ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. ഓക്കെ. ഇത് മെയിൻ ആയിട്ട് ഇൻട്രാഡേയിൽ ഉപയോഗിക്കുന്ന ഇൻട്രാഡേയിൽ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡെൽറ്റ നമ്മൾ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇംബാലൻസ് ചാർട്ടിൽ ഇവിടെ ഇപ്പോൾ ഡെൽറ്റ വാല്യൂസ് വരും. ഇവിടെ ഈ ഡെൽറ്റ വാല്യൂസ് ബയറിന്റെ സെല്ലറിന്റെ ഡിഫറൻസ്, ഈ ഓരോ ക്യാൻഡിലിനും ഡെൽറ്റ ഉണ്ടാവും. ആ പ്രീവിയസ് ക്യാൻഡിൽ ഡെൽറ്റയുടെ ആഡപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു ക്യുമുലേറ്റീവ് ഡെൽറ്റ കിട്ടും. ഓക്കെ, ആ ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ ആ ചാർട്ട് മുകളിലോട്ട്, ഇപ്പൊ ഇതിങ്ങനെ മുകളിലോട്ട് പോകുന്ന ചാർട്ടിൽ പോസിറ്റീവ് ഡെൽറ്റ ആയിരിക്കും. ഈ ക്യാൻഡിൽ ഇപ്പോൾ പോസിറ്റീവ് ഡെൽറ്റ ആയിരിക്കും. ബയേഴ്സ് കൂടുതലാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഡെൽറ്റ വരും, ഇവിടെ ഒരു പോസിറ്റീവ്. ഇത് ഗ്രെഡ് ക്യാൻഡിലാണ്, ഇത് സെല്ലേഴ്സ് ആണ് കൂടുതലും, മൈനസ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കും, എന്നിട്ട് നെറ്റ് ഡെൽറ്റ ഇവിടെ വരും. അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ ആ ഡെൽറ്റ അഡീഷൻ ചെയ്യും, പ്ലസ് ആയാലും മൈനസ് ആയാലും. അങ്ങനെ ക്യുമുലേറ്റീവ് ഡെൽറ്റ വരും. ആ ക്യുമുലേറ്റീവ് ഡെൽറ്റയുടെ വാല്യൂ ആയിരിക്കും ടോപ്പിൽ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ക്യുമുലേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഗോ ചാർട്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ട്രേഡിംഗ് വ്യൂവില് ക്യുമുലേറ്റീവ് വോളിയം ഡെൽറ്റ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതാണോ? ഉണ്ട്, അതിനകത്തും ഉണ്ട്. അല്ലാതെ ട്രേഡിംഗ് വ്യൂവിലും
ഡെൽറ്റ കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. ഞാൻ ഓക്കെ പറഞ്ഞോ. ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതാ ഞാൻ ചോദിച്ച ആ സെയിം ക്യുമുലേറ്റീവ് വോളിയം സാധനം ഡെൽറ്റ. വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയായിരുന്നു. ഈ ഓൺ ബാലൻസ് വോളിയം ക്യുമുലേറ്റീവ് വോളിയം ഡെൽറ്റയും ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇതിൽ ഏതാ കുറച്ചും കൂടി ബെറ്റർ? ഞാൻ ഓൺ ബാലൻസ് വോളിയം, ഞാൻ റിലേറ്റീവ് വോളിയവും ടേൺ ഓവർ വോളിയം ആണ് നോക്കാറുള്ളൂ. പിന്നെ ഈ ഡെൽറ്റ മറ്റേ ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. വോളിയം ഡെൽറ്റ, ഇതാണ് വോളിയം ഡെൽറ്റ വരുന്നത്. ഇപ്പം ഈ ഒരു ക്യാൻഡലിന്റെ ബയേഴ്സിനും സെല്ലേഴ്സിനും ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഡെൽറ്റ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരും. ഇപ്പോൾ റെഡ് ക്യാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ സെല്ലേഴ്സ് കൂടുതലാണ്, നെഗറ്റീവ് ഡെൽറ്റ വരും. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോട്ടോ. യെസ്. ഇനി നമുക്ക് കാണാവുന്ന ഒരു വോളിയമാണ് ആവറേജ് വോളിയം. ആവറേജ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നത്തെ ദിവസം നടന്ന ട്രേഡിന്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ക്യാൻഡലിന്റെ ആവറേജ്. അത് ആവറേജ് വോളിയം നമ്മൾ പറയാറില്ല. യൂഷ്വലി നമ്മൾ അന്നത്തെ ദിവസം എന്നല്ല, നമ്മൾ പ്രീവിയസ്ലി ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ദിവസത്തെയോ 5 ദിവസത്തെയോ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ആ 5 ദിവസത്തെ ആവറേജ് നടത്തും. 5 ദിവസത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ വോളിയത്തിന്റെ ആവറേജ്. ഇപ്പം 5 മിനിറ്റിന്റെ ആണെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡലിന്റെ വോളിയത്തിന്റെ ആവറേജ്. ഓക്കെ, ഇനി ഈ 20 ഡേയ്സ് ആകുമ്പോൾ 20 ദിവസത്തെ വോളിയത്തിന്റെ ആവറേജ്, 30 ദിവസം ആകുമ്പോൾ 30 ദിവസത്തെ വോളിയത്തിന്റെ ആവറേജ്. അതാണ് ആവറേജ് വോളിയമായിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ യൂഷ്വലി നമ്മൾ ഇന്നലെ ചാർട്ടിങ്ങിൽ കണ്ടതാണ് 20 SMA വെച്ചിട്ടാണ് ആവറേജ് വോളിയം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SMA വോളിയം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 20 ദിവസത്തെ ആണെങ്കിൽ 20 ദിവസത്തെ വോളിയത്തിന്റെ ഒരു ആവറേജ്, ഓരോ ദിവസത്തെ വോളിയത്തിന്റെ എടുത്തിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ആവറേജ് വോളിയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 20 ദിവസം ഉള്ള ആവറേജ് വോളിയം എന്ന് പറയുന്നത് കറന്റ്ലി നമ്മുടെ ഇതിൽ നടക്കുന്ന ട്രേഡ് നടക്കുന്ന അപ്പം നടക്കുന്ന ഒരു വോളിയം, ആ ഒരു ദിവസം നടക്കുന്ന ഒരു വോളിയമാണ് നോർമൽ വോളിയമായിട്ട് നമുക്ക് കാണുന്നത്. അത് നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. വോളിയം അന്നത്തെ ദിവസത്തെ വോളിയം, ആവറേജ്, ഇത് ഡെയിലി വോളിയമാണ്, ടോട്ടൽ വോളിയമാണ് കാണിക്കുന്നത്. അന്നത്തെ ദിവസത്തെ ടോട്ടൽ വോളിയം ഇവിടെ കാണിക്കുന്ന വോളിയത്തിന്റെ ക്യുമുലേറ്റ്. ഇത് ക്യാൻഡലിന്റെ ബേസ് ആണെങ്കിൽ ഇത് ടോട്ടൽ, ഇത് 15 മിനിറ്റിന്റെ അല്ലേ. അന്നത്തെ 375.18 ഇന്നത്തെ ദിവസത്തെ ഫുൾ വോളിയമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. എത്ര മിനിറ്റിനാന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് ക്യുമുലേറ്റീവ് ആയിട്ട് കാണിക്കും. ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് വോളിയമായിട്ട് ട്രേഡിംഗ് വ്യൂ ഡിഫോൾട്ട് കൊടുത്തേക്കുന്നത് 30 ദിവസമാണ്. 30 ദിവസത്തെ വോളിയമാണ് ഇത്. 30 ദിവസത്തെ വോളിയം, ഇത് കറണ്ട് വോളിയം. 30 ദിവസത്തെ വോളിയത്തിനൊക്കെ കൂടുതലാണ് ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇച്ചിരി അൺയൂഷ്വൽ വോളിയം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിഗറിലേക്ക് വരികയാണ്. സിന്ധു വന്നേക്കിന് ഉണ്ടോ അവിടെ സിന്ധു? അപ്പൊ ഇനിയിപ്പോ റിലേറ്റീവ് വോളിയം എന്താണ്? ആ ബാക്കി തന്നെ ഉണ്ടല്ലോ. അതായിരുന്നു പറഞ്ഞത് 0.5 എങ്ങനെ വന്ന 1.5? അത് ടോട്ടൽ, അത് ആവറേജ് എടുക്കുമ്പോഴല്ലേ വരുന്നത്. ഓക്കെ, റിലേറ്റീവ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വോളിയത്തായിട്ട് റിലേറ്റ് ചെയ്യാണ് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് വോളിയം. അത് റിലേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ആവറേജ് വോളിയം ആയിട്ടാണ്. അപ്പോൾ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഒക്കെ 1.5 ടൈംസ് വോളിയം ഇന്ന് കൂടുതലുണ്ട്. അല്ല ഇനി വീക്കിലി റിലേറ്റീവ് വോളിയം 1 വീക്കിന്റെ ആണെങ്കിൽ കഴിഞ്ഞ 1 വീക്കിന്റെ ആവറേജ് വോളിയത്തിന് 1.5 ടൈംസ് വോളിയം എന്നുണ്ട്. അതായത് അതാണ് 1.5 എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ആണെങ്കിൽ 2 ടൈംസ് ഉണ്ടെന്ന്. ഓക്കെ, അത് നമ്മൾ റിലേറ്റീവ് ചെയ്ത് പറയുന്നുണ്ടാണ് റിലേറ്റീവ് വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഓക്കെ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല. ഓക്കെ. സോ പക്ഷെ അത് കൂടുതലും സ്വിങ്ങിനാണോ? പിന്നെ ഇൻട്രാഡേക്കാളും കൂടുതൽ നമ്മൾ സ്വിങ് ചെയ്യുമ്പോഴല്ലേ റിലേറ്റീവ് വോളിയം കൂടുതൽ നമ്മൾ നോക്കുക? നമുക്ക് ഒരു പെട്ടെന്നൊരു സ്പൈക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇൻട്രാഡേയിൽ നമ്മൾ റിലേറ്റീവ് വോളിയം നോക്കിയാൽ അറിയാം. ഒരു ഹ്യൂജ് പെട്ടെന്നൊരു വോളിയം വരും. അതായത് ഇൻട്രാഡേയിൽ നമുക്ക് 1.5 ഒന്നും ആയിരിക്കത്തില്ല. 3, 4, 5 ചിലപ്പോൾ 20, 25, 30 ഒക്കെ വരും. അത് നമുക്ക് താഴെ സ്ക്രീനറിലേക്ക് പോകുമ്പോൾ കാണാം. അല്ലാതെ നോക്കുവാണെങ്കിൽ 1.5, 2 സ്റ്റഡി ആയിട്ട് വീക്കിലി മന്ത്ലി ഒക്കെ കിട്ടുവാണെങ്കിൽ അതിൽ ഗ്രാജുവലി ഇൻക്രീസ് ആയി വരുവാണെങ്കിൽ അത് സിംഗിൾ നല്ലതാണ്. അതായത് പ്രീവിയസ് വോളിയത്തേക്കാൾ കൂടുതൽ മസ്റ്റ് വോളിയം ഉണ്ട്, അതായത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് എന്നാണ് ബേസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനറിലേക്ക് തന്നെ പോവാം ഡയറക്റ്റ്. ഞാനിവിടെ ഡിഫോൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പുതുണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് പ്യുവർലി 3 കൺസെപ്റ്റ് ആണ്. ഒന്ന് മിനിമം ഫണ്ടമെന്റൽസ്, സെക്കൻഡ് വോളിയം, തേർഡ് ഒരു മൊമെന്റം. ഈ ഒരു 3 കൺസെപ്റ്റ് ആണ്. ഇത് 3ആണ് നമുക്ക് ഇൻട്രാഡേയിൽ വേണ്ടത്. അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 1 ബില്യൺ ടു 1 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ്. അതായത് മാർക്കറ്റ് ക്യാപ്പ് 1 ബില്യൺ ടു 1 ട്രില്യൺ. അതായത് ഒരു സ്മാൾ ക്യാപ്പ് ടു മിഡ് ക്യാപ്പ് ആണ്. മിഡ് ക്യാപ്പ് അല്ല, ലാർജ് ക്യാപ്പ് തന്നെ അതിനകത്ത് വരും. സോറി, വോളിയം അനാലിസിസ് പറഞ്ഞോ. അല്ല, ഇത് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഈ പറയുന്നത് അതെ. സ്റ്റോക്ക് സെലക്ഷൻ? അതെ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എടുക്കുക. മാർക്കറ്റ് ക്യാപ്പ് 1 ബി ടു 1 ക്യാപിറ്റൽ ബി ആണ്. 1 ബി ടു ഒരു 500 വേണ്ടവർക്ക്, ഒരു മിഡ് ക്യാപ്പ് വരെയൊക്കെ വേണ്ടവർക്ക് 500 ഇട്ടാൽ മതി. അല്ലാത്തവർക്ക് ലാർജ് ക്യാപ്പ് കൂടെ കവർ ചെയ്യേണ്ടവർക്ക് 1000 ബി ഇടുക. 1000 ബി. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ മറന്ന കാര്യം, ഇവിടെ US മാറ്റിയിട്ട് ഇന്ത്യ ആക്കുക. ഇപ്പം 1 ബില്യൺ ടു 1 ട്രില്യൺ ഉള്ള സ്റ്റോക്കുകൾ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ വന്നു. അടുത്ത് നമ്മൾ പറഞ്ഞാണ് ടേൺ ഓവർ വോളിയം. ടേൺ ഓവർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോവുക, വോളിയം കൊടുക്കുക, പ്രൈസ് ഇൻറ്റു വോളിയം. ഇതാണ് ടേൺ ഓവർ വോളിയം. അതായത് ആ ഒരു ദിവസം എത്ര കോടിയുടെ അല്ലെങ്കിൽ എത്ര ട്രില്യൺ, എത്ര ബില്യൻ്റെ ഇത് നടക്കുന്നു. ടേൺ ഓവർ വോളിയം നമ്മൾ ഡെയിലി 1 ബില്യന് മുകളിൽ ഉണ്ടായിരിക്കണം. 2 ബില്യൺ എബോ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1 ബില്യൺ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഏർലി നമുക്ക് ആ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മുടെ വിസിബിലിറ്റിയിൽ വരും. അപ്പം ഇത് ഇൻട്രാഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാഡേ ഉണ്ട്. നമുക്ക് ഇതിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്ത് വാച്ച് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലും ബ്രേക്ക് ഔട്ടിനുള്ള അതേ ദിവസം അന്നത്തെ ദിവസം പോയില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇൻട്രാഡേയിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സ്റ്റോക്ക് നോക്കിയിട്ട്. ഇനി അടുത്ത് എന്ത് വരുന്നത്? ഇത് വോളിയം. ഇനി റിലേറ്റീവ് വോളിയം. റിലേറ്റീവ് വോളിയം നമ്മൾ 1.5 ടൈംസ് ആണ് റിലേറ്റീവ് വോളിയം കൊടുക്കുന്നത്. റിലേറ്റീവ് വോളിയം ആവറേജ് വോളിയത്തിനൊക്കെ 1.5 ടൈംസ് ഉണ്ടായിരിക്കണം. റിലേറ്റീവ് വോളിയം എബോവ് 1.5. ഈ റിലേറ്റീവ് വോളിയം എബോവ് 2 ആണ് ഒരു ഡീസൻറ്റ് വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഉള്ള സ്റ്റോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എബോവ് 2 ആണ്. അപ്പം നമ്മളൊരു 1.5 തന്നെ മോണിറ്റർ ചെയ്ത് തുടങ്ങാം. ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കണ്ടേ?
പ്രൈസിൻ്റെ വോളിയം 1 ബില്യൺ നമ്മൾ നോക്കി, റിലേറ്റീവ് വോളിയം 1.5. 1 വീക്ക് വോളിയം ഗ്രേറ്റർ ദാൻ ആവറേജ് വോളിയം. 90 ഡേയ്സ് വോളിയത്തിനേക്കാൾ ലാസ്റ്റ് 1 വീക്ക് വോളിയം കൂടുതലാണോ എന്നുള്ള ഒരു കൺസെപ്റ്റോട് നമ്മൾ നോക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ്, സാറിന് ഈ സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ആവുന്നത് ഒന്നുകിൽ ഒരു 52 വീക്സ് ഹൈഡ് എടുത്ത്, അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈഡ് എടുത്ത്, അല്ലെങ്കിൽ ഒരു 20-30% റൈഡ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. അപ്പം പ്രീവിയസ്ലി ആ സ്റ്റോക്ക് എത്രത്തോളം വോളിയം ക്രിയേറ്റ്, ലാസ്റ്റ് വീക്കിൽ ഒരു വോളിയം ക്രിയേഷൻ ആയിട്ടുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ബ്രേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 1 വീക്ക് വോളിയം ലാസ്റ്റ് 90 ഡേയ്സ് വോളിയത്തേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. One week above average volume of 90 days. 90 days വോളിയത്തിനൊക്കെ കൂടുതലായിരിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? Yes. ഇനി നമ്മൾ വോളിയത്തിനകത്ത് നോക്കുന്നത് വോളിയം, കറണ്ട് വോളിയം ലാസ്റ്റ് 30 ഡേയ്സ് വോളിയത്തേക്കാൾ കൂടുതലായിരിക്കും. അത് ഡബിൾ കൺഫർമേഷന് വേണ്ടി നമ്മൾ എടുക്കുന്നുള്ളൂ. അഗെയിൻ നമ്മൾ ഒരു വോളിയം കൂടെ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് മാക്സിമം ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കിട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും, നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ടൈം പോകും. ഒരുപാട് സ്റ്റോക്ക് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും, 30-40 സ്റ്റോക്കൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ ചെയ്യുന്നത്. വോളിയം 1 day above ആവറേജ് വോളിയം 30 ഡേയ്സ്, 30 ഡേയ്സിനൊക്കെ കൂടുതലായ ഒരു വോളിയം ഉള്ള സ്റ്റോക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടേൺ ഓവർ വോളിയം വന്നു, റിലേറ്റീവ് വോളിയം വന്നു, വോളിയം ഇൻക്രീസ് വന്നു പ്രീവിയസ് ഡേക്കാൾ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്. ഇനി വിവാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വോളിയത്തിൻ്റെ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ വോളിയം പ്രൈസ് വിവാപ്പിന് മുകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുള്ളിഷ് ഇതാണ്. അതൊരു വോളിയം റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അതൊരു കൺഫർമേഷൻ എടുക്കുന്നത്. പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്. വിവാപ്പിന് മുകളിലാണ് പ്രൈസ് എങ്കിൽ അത് ഒരു അപ് ട്രെൻഡ് ആണ്, അല്ലെ ഒരു ബുള്ളിഷ് ആണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാപ്പ് 1 day ബിലോ പ്രൈസ്, വിവാപ്പ് പ്രൈസിന് ബിലോ ആയിരിക്കണം, പ്രൈസ് ആയിരിക്കണം മുകളിൽ നിൽക്കുന്നത്. വിവാപ്പ് ആസ് എ സപ്പോർട്ട് പ്രൈസിന് താഴെ നിൽക്കണം. ഓൾവേസ് പ്രൈസിന് വിവാപ്പ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വിവാപ്പ് ഒരു സപ്പോർട്ടായി മാറും. പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയാലും ആ ഇൻട്രാഡേയിൽ മിക്കപ്പോഴും വിവാപ്പ് വന്നിട്ടായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. വിവാപ്പ് ഒരു ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാതിരിയാണ്, ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചതാണത്, ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ. ഓക്കെ, ഇനി പ്രൈസ് SMA 20ക്ക് മുകളിലായിരിക്കണം. SMA 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ പ്രൈസ് ആക്ഷനിൽ ഡെയിലി മൂവ്മെൻറ്റിൽ ഒരു പ്രൈസിൻ്റെ ബുള്ളിഷ്നെസ് ക്രിയേറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മൂവിങ് ആവറേജ് ആണ് SMA 20 എന്ന് പറയുന്നത്. SMA 20ക്ക് മുകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ആണെന്നാണ്. SMA അല്ലെങ്കിൽ EMA എടുക്കാം, EMA 20 എടുത്താലും മതി. ബിലോ പ്രൈസ് EMA 20 ബിലോ പ്രൈസ്, അതായത് പ്രൈസ് EMA 20ക്ക് മുകളിലാണ്. ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു കേസ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. ഇത്രയും ബുള്ളിഷ് ആയ ഒരു സ്റ്റോക്കിന്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഒന്ന് എടുത്തേക്കാം.
ഇവിടെ ഞാൻ -5 to +5 ആണ് +20 ആണ് എടുത്തേക്കുന്നത്. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UC മാക്സിമം പോകുന്ന ഒരു ലിമിറ്റാണ് എടുത്തേക്കുന്നത്. ബിറ്റ്വീൻ -5 ഡൗൺ +20. അപ്പോൾ ആ റേഞ്ചിലുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ചില സ്റ്റോക്കുകളൊക്കെ മിക്കപ്പോഴും 5%, 6%-ലൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. എന്നിട്ട് 6%-ന്ന് അത് ഇന്നത്തെ മറ്റേ PP ഓട്ടോ മാതിരി 5%, 6% ഓപ്പൺ ആയിട്ട് അത് 20% വരെയൊക്കെ പോകും. അപ്പോൾ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് വോളിയവും മറ്റു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആണെങ്കിൽ 5% മേളിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 5% ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം 20% കൊടുത്തേക്കുന്നത്. -5 കൊടുത്തേക്കുന്നത്. വോളിയം ഡെവലപ്പ് ആവും, ചിലപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഇത് 361 കണ്ടോ, പെർസെൻറ്റേജ് ചേഞ്ച് ഇല്ല, പക്ഷേ വോളിയം നല്ലതായിട്ട് ബിൽഡപ്പ് ചെയ്യണം. റിലേറ്റീവ് വോളിയം ഉണ്ട്, ഇവിടെ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. റിലേറ്റീവ് വോളിയം ഉണ്ട്, റിലേറ്റീവ് വോളിയം ഇതിനകത്തില്ല, ഇതിനകത്തത് എലിമിനേറ്റ് ആയി പോയി, ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ റിലേറ്റീവ് വോളിയം നമ്മളുണ്ട്, ആവറേജ് വോളിയം 10 days ഉണ്ട്, റിലേറ്റീവ് വോളിയം വീക്ക്ലി, മന്ത്ലി, പിന്നെ റേറ്റിംഗ്സ് നമ്മൾ ആഡ് ചെയ്യും. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇത് മൈനസിലാണ് വരുന്നതെങ്കിൽ പോലും മറ്റുള്ള ദിവസം അത് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് മൈനസ് വരാൻ കാരണം ചിലപ്പോൾ ഇന്നലത്തെ ദിവസത്തിനൊക്കെ വോളിയം ഒന്ന് കുറവായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒന്ന് മൈനസ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൈനസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട. അതൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡ് വേസ് ഒരു കോൺട്രാക്ഷൻ മോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മറ്റ് ആക്ടിവിറ്റികളിലൂടെ നടക്കുന്നുണ്ട്. റിലേറ്റീവ് വോളിയം, ടേൺ ഓവർ വോളിയം നടക്കുന്നുണ്ട്. അപ്പം അത് ഓട്ടോമാറ്റിക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. അടുത്ത നമ്മൾ വിവാപ്പ് SMA കഴിഞ്ഞു. ഇനി നമ്മൾ 2 ഫണ്ടമെന്റൽ ക്രൈറ്റീരിയാസ് നോക്കുന്നുണ്ട്. ഒന്ന് റവന്യൂ ഗ്രോത്തും ഒന്ന് ഇയർലി EPS. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. ഇത് ജസ്റ്റ് ഒരു സേഫ്റ്റി മാത്രമാണ്. അതായത് നമ്മൾ റോങ് ആയിട്ടൊരു മാനിപ്പുലേഷൻ നടക്കുന്ന സ്റ്റോക്കിൽ, അതായത് ലോസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പമ്പ് ആൻഡ് ഡംപ് നടക്കുന്നതിനകത്ത് നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഡെഫിനറ്റ്ലി റവന്യൂവും EPSും ഇൻക്രീസ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതൊരു നല്ല സ്റ്റോക്കാണ്. നാളെയായാലും നമ്മുടെ കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാലും നമുക്കത് ഊരി ഇറങ്ങാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ലോസ് മേക്കിംഗ് സ്റ്റോക്കിലേക്ക് പോരുത് എന്നുള്ള ഒരു ഇതിലാണ് ആ ഒരു ഫണ്ടമെന്റൽ. ഇപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിലും ഫണ്ടമെന്റലി അതൊരു ബേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വലിയ പരിക്കില്ല ഇറങ്ങി വരാൻ പറ്റും. ഇല്ലെങ്കിൽ പമ്പ് ആൻഡ് ഡംപ് അതിനകത്ത് നടക്കാനും സാധ്യത ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്റ്റോക്ക് ഇട്ട് ഞാനത് വിഡ്രോ ചെയ്തു. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ടെക്നിക്കലി സ്റ്റോക്ക് റിവേഴ്സൽ ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഫണ്ടമെന്റലി നമ്പർ 1 ഫ്ലോപ്പാണ്. ഫണ്ടമെന്റലി PE ഒക്കെ 2900 ആണ് അതിൻ്റെ PE വാല്യൂ. അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ അത് വിഡ്രോ ചെയ്തത്. പക്ഷേ ടെക്നിക്കലി ആ സ്റ്റോക്ക് റിവേഴ്സൽ ആവാനുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫണ്ടമെന്റലിലൂടെ ഒന്ന് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബെസ്റ്റ് സ്റ്റോക്കുകൾ, അതായത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആണെന്ന് നമ്മൾ അഷ്യൂർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണില്ല. അല്ലെങ്കിൽ അവർക്ക് അടുത്ത ക്വാർട്ടറിൽ ഇത് വരുമെന്നുള്ളൊരു പ്രീ കൺവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് ഇടത്തുള്ളൂ. ക്ലിയർ ആണോ? Yes, clear. എബോവ് 5%. അധികം ഒന്നും വേണ്ട. 10%, 15% ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേയിലുള്ള ആക്ച്വലി 15% ആണ് ഇടേണ്ടത്. പക്ഷേ വളരെ ചെറിയ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടത്തുള്ളൂ, 1-2 സ്റ്റോക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടി ഒരു 5-10 സ്റ്റോക്കെങ്കിലും നമുക്ക് വേണ്ടത് കാരണം നമ്മൾ 5% ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്ത EPS, ഡൈല്യൂട്ടഡ് EPS ഗ്രോത്ത് നമ്മളൊരു 5%. ഇയർ ടു ഇയർ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോക്കിന്റെ പെർഫോമൻസ് കഴിഞ്ഞ ഒരു മാസം മിനിമം, ഞാൻ ആദ്യം പറഞ്ഞ് 30% കയറണം. 30% കയറിയില്ലെങ്കിൽ മിനിമം ഒരു 5% എങ്കിലും കയറിയിരിക്കണം ഒരു മാസത്തിൽ. കഴിഞ്ഞ ഒരു മാസത്തെ റൈഡിൽ മിനിമം 5-10% കയറിയ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ആ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞു ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവിടുന്ന് അടുത്ത ഒരു റൈഡിന് റെഡി ആവുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് ഇയർ ടു ഡേറ്റ് അല്ല, ഇവിടെ 1 month
പെർഫോമൻസ് 1 month ഗ്രേറ്റർ ദാൻ 5%. 5 ആണോ 10 ആണോ അവിടെ കൊടുത്തേക്ക് നോക്കാം. 10% ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ല 5%. ഓക്കെ. ഇനി നമ്മൾ ഒരു ഫാക്ടർ കൂടെ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ വോളറ്റിലിറ്റി. സ്റ്റോക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു അതിന് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫ്യൂവല് മാത്രമേ ഉള്ളൂ വോളിയം. ആക്സിലറേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് വോളറ്റിലിറ്റി വേണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വോളറ്റൈൽ ആണോ എന്നുകൂടെ നോക്കും. സ്റ്റോക്ക് വോളറ്റൈൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. യൂഷ്വലി നമ്മൾ ബീറ്റ വാല്യൂ ഒക്കെ നോക്കുമല്ലോ. ബീറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിന് അഗൈൻസ്റ്റ് ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഓവർ പെർഫോമിംഗ് ആണോ അണ്ടർ പെർഫോമിംഗ് ആണോ എഗൈൻസ്റ്റ് ഇൻഡെക്സിന് നമ്മൾ നോക്കുമല്ലോ. ബീറ്റ 1 ആണോ 2 ആണോ എന്നൊക്കെ, 1.5 ആണോ എന്നൊക്കെ. ഇവിടെയും ബീറ്റ നോക്കാൻ പറ്റും. ബീറ്റ വേണമെങ്കിൽ ബീറ്റ ഇടാം. പക്ഷെ ബീറ്റയേക്കാൾ നല്ലത് നമുക്ക് വോളറ്റിലിറ്റി ആണ് നോക്കാം. വൺ വീക്ക് വോളറ്റിലിറ്റി above volatility 1 month. 1 monthനേക്കാൾ കൂടുതൽ വോളറ്റിലിറ്റി 1 വീക്കിൽ ഉണ്ടായിരിക്കണം. ഓൾമോസ്റ്റ് റെഡിയായി. ഇനി അതൊന്നും കൂടി കാണിക്കുക. 1 വീക്കിന്റെ സെറ്റ് ചെയ്ത് ഇവിടെ 1 വീക്ക് 1 വീക്ക് ഇട്ടു. ഓക്കെ, വോളറ്റിലിറ്റി എടുക്കുക. ഇവിടെ 1 വീക്ക് ഇടുക. എബോ പല കാറ്റഗറി എബോ ബിലോ ബിറ്റ്വീൻ ഔട്ട്സൈഡ് ഈക്വലൊക്കെ വരും. എബോ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് വാല്യൂ അല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വോളറ്റിലിറ്റിയുടെ വാല്യൂ അല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ മറ്റൊരു വോളറ്റിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ വോളറ്റിലിറ്റി എടുക്കുന്നു 1 month. ഓക്കെ, അപ്പം വോളറ്റിലിറ്റി 1 വീക്ക് ഗ്രേറ്റർ ദാൻ വോളറ്റിലിറ്റി 1 month. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ എത്തി. നമുക്ക് RSI കൂടെ വേണം. RSI നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓസിലേറ്റർ ആണ്. RSI എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? RSI യൂഷ്വലി ബിലോ 50 ഒക്കെ ആണെങ്കിൽ, ബിലോ 60 ആണെന്നുണ്ടെങ്കിൽ പറയാം, ബിലോ 60 ഒക്കെ ആണെങ്കിൽ RSI ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതൊരു ഏത് കണ്ടീഷൻ, ഓവർബോട്ട് ആണോ ഓവർ സോൾഡ് ആണോ? വരുമ്പോൾ ഓവർ സോൾഡ് ആയി വരുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും RSI ഈ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നത് 60 to 80ലാണ് RSI മൂവ് ചെയ്യുന്നത്. അത് ജനറലായിട്ട് പറഞ്ഞു നമ്മൾ മിക്കപ്പോഴും ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ RSI 60 ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ RSI 60 കഴിയുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും എടുത്തു കഴിഞ്ഞാൽ. RSI ബിറ്റ്വീൻ 55 to 78 എടുക്കാം. 80ക്ക് അബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നല്ല വോളിയം ഉണ്ട്, പെർഫോം ചെയ്യും. 90 വരെയൊക്കെ പോകും, 90, 95, 100 വരെയൊക്കെ പോകും, സൈഡ് വൈസ് ഒക്കെ പോകും. പക്ഷെ മിക്ക സ്റ്റോക്കുകൾ 85നൊക്കെ റിവേഴ്സ് ആവാറുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്ര നോക്കട്ടെ. 80 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഫിൽട്ടറായി വന്നു. ഇപ്പോൾ നമ്മൾ എടുത്ത 5000 സ്റ്റോക്കിൽ നിന്ന് 12 സ്റ്റോക്കായി മാറി. ഓൾമോസ്റ്റ് നമ്മുടെ ഫിൽട്ടർ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലോട്ട് മാറുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ഇത്തരം കാര്യത്തിൽ? എല്ലാം നമുക്ക് ആവശ്യമുള്ള മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. ഹൈലി വോളിയം ആക്ടിവിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ ഫിൽട്ടറായി വന്നിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഈ ചേഞ്ച് പെർസെന്റേജ് ഈ -5 കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ചേഞ്ച് പെർസെന്റ് -5 കൊടുക്കുന്നത് ചില സമയത്ത് സ്റ്റോക്കിൽ വോളിയം ഉണ്ടാവും, പക്ഷെ പ്രൈസ് മൂവ് ആവത്തില്ല. ഓക്കെ, ഞാനിത് ഇട്ട് നോക്കിയപ്പോ ഞാൻ കൊടുത്തിരുന്നത് 2 to 70, 2 to 12 എന്നൊക്കെ ആയിരുന്നു 2 to 12 കൊടുത്തിരുന്നത്. വരും. അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ ആദ്യം 0 ഇട്ടാണ് ചെയ്തിട്ടുണ്ടിരുന്നത്. പക്ഷെ ചില സ്റ്റോക്കുകൾ നമ്മൾ മിസ്സാവുന്നത് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഔട്ട് ആവാറുണ്ട്. അപ്പൊ ഇത് മൈനസ് ആണെങ്കിൽ അവിടെ വോളിയം അക്യുമുലേഷൻസ് നടക്കുന്നുണ്ടാവും.
അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമുക്കത് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്യൂർലി കൊടുത്തിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ല ഒന്നും. അത് ഇടയ്ക്ക് മറ്റ് ഫിൽറ്ററുകൾ അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാലും ഒരു അപ്പൊ ഈ ഇത് കൊടുക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഇതില് മൈനസിൽ കിടക്കുന്നതാണെങ്കിലും അപ്പൊ ഏത് വോളിയം ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്? റിലേറ്റീവ് വോളിയം വോളിയം ചേഞ്ച് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ഉണ്ട്, ഈ വോളിയം ഇതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബാക്കി സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യം പ്രൈസ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഓട്ടോമാറ്റിക് വരും. RSI എടുത്തിടുക. ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് RSI കൊടുത്താൽ മതി. അറിയാത്തവർ നോക്കൂ, ഇവിടെ പോയി റിലേറ്റീവ് RSI കൊടുത്തു കഴിഞ്ഞാൽ RSI വരും. ഓക്കെ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഏത് ഇൻഡിക്കേറ്റർ ആണ് അത് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് വലിച്ചിവിടെ കൊണ്ടിടാം. അത് കഴിഞ്ഞ് വോളിയം, ഇന്നത്തെ വോളിയമാണിത്. ഇത് വോളിയം ചേഞ്ച് പെർസെൻറ്റേജ്. ഇന്നലത്തെ വോളിയത്തിൽ നിന്ന് ഇന്ന് എത്ര വോളിയം പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടുണ്ട്, അതാണ് വോളിയം പെർസെൻറ്റേജ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അൺയൂഷ്വൽ വോളിയമാണ്. ഇന്നലത്തെ വോളിയത്തിന് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്ത് വെച്ചാൽ മതി. ഇതിലൊക്കെ സഡനായിട്ട് എൻട്രി എടുക്കുന്ന കുറച്ച് സിവിയർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രാ ഓർഡിനറി വോളിയമാണ്. ഇത് നമുക്ക് ഈ അൺഇമാജിനറി വോളിയം എന്നൊക്കെ പറയും. ഇതിനകത്ത് എന്ത് ആക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ആണോ, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ആവാം, അതോ ഇനി മറ്റ് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആണോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളൊരു ഇൻട്രാഡേ വോളിയം ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അൺയൂഷ്വൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലത്തെ വോളിയത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ചെയ്ത് നോക്കുക. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ ടേൺ ഓവർ വോളിയം. 2 ബില്യൺ എബോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുക, കല്യാൺ ജ്വല്ലറിയിൽ ഭയങ്കര ടേൺ ഓവർ വോളിയം, അത്രയും വോളിയം അതിനകത്ത് കയറിയിട്ടുണ്ട്. 78 ബില്യൺ ആണ് ഇതിനകത്ത് ടേൺ ഓവർ വോളിയം. അത്രയും ആൾക്കാർ അത് കയറിയിട്ടുണ്ട്. അത്രയും ട്രേഡ് ഇന്ന് നടന്നിട്ടുണ്ട്, അത്രയും വോളിയത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ടേൺ ഓവർ വോളിയം നമുക്കൊരു 2 ബില്യൺ എബോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ആവാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. ഇത് രാവിലെ നോക്കുമ്പോൾ ഈ വാല്യൂസ് ഒന്നും രാവിലെ 5 6 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് 1 ബില്യൺ 2 ബില്യൺ ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്കൊരു കൺഫർമേഷൻ കിട്ടി ഇത് മൂവ് ആയുള്ളൊരു സാധ്യത ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ആവറേജ് വോളിയം 10 ഡേയ്സിൻ്റെ ആവറേജ് വോളിയം, ഈ 10 ഡേയ്സിൻ്റെ ആവറേജ് വോളിയത്തിന് മുകളിലാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക്. ഇപ്പോൾ 1.8, ഇത് 5.8. പിന്നെ നമ്മൾ നോക്കുന്ന റിലേറ്റീവ് വോളിയം ആണ്. റിലേറ്റീവ് വോളിയം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ് വോളിയം 1.5. ഇത് ഇന്നത്തെ റിലേറ്റീവ് വോളിയം ആണ് ഇത് കാണിക്കുന്നത്. ഇത് 1 വീക്കിൻ്റെ റിലേറ്റീവ് വോളിയം, ഇത് 1 മന്തിൻ്റെ റിലേറ്റീവ് വോളിയം. ഇത് മൂന്നും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യും. ഇവിടെ റിലേറ്റീവ് വോളിയം കൊടുത്തു കഴിഞ്ഞാൽ റിലേറ്റീവ് വോളിയം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് 1 വീക്കാണോ 1 മന്ത് ആണോ എന്ന് ഇത് ചെയ്താൽ മതി, അത് അവിടെ വരും. ഈ റിലേറ്റീവ് വോളിയം ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ക്യാപ്പ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് ജസ്റ്റ് നമ്മൾ റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട റേറ്റിംഗ്സ് ആണ്. ഓക്കെ, ഈ റിലേറ്റീവ് വോളിയം നോക്കുമ്പോൾ ആവറേജ് വോളിയം റിലേറ്റീവ് വോളിയം ഒക്കെ നോക്കുമ്പോൾ സ്വിങ്ങിന് ഏതായിരിക്കും നോക്കേണ്ടത്? വീക്ക്ലി റിലേറ്റീവ് വോളിയം ആയിരിക്കുമോ, മന്ത്ലി ആയിരിക്കുമോ, ഏതാണ്? സ്വിങ്ങിന് നോക്കുമ്പോൾ മന്ത്ലി, വീക്കിലി, ഡെയിലി ഇതിങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിൽ മന്ത്ലി കുറച്ച് ഇതായിരിക്കും, മന്ത്ലിയിൽ നിന്ന് വീക്കിലി വരുമ്പോൾ കുറച്ച് കുറവായിരിക്കും, അതിൽ നിന്ന് കുറച്ചുകൂടെ കുറവായിരിക്കും റിലേറ്റീവ് വോളിയം വരുമ്പോൾ, ഡെയിലി വരുമ്പോൾ. അങ്ങനെ വരുവാണെങ്കിൽ അതൊരു ഗ്രാജുവൽ റിലേറ്റീവ് വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അത് ലോങ് ടൈമിലേക്ക് അത് സ്വിങ്ങിന് നല്ലതായിരിക്കും. മനസ്സിലായല്ലോ, ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ കണ്ടോ 18, 1.72 ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഗ്രാജുവലി ആണ് വന്നിരിക്കുന്നത്. മന്ത്ലി നോക്കുമ്പോൾ അത്യാവശ്യം റിലേറ്റീവ് വോളിയം ഉണ്ട് ഒരു മാസത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതൊരു 5, 6 ഒക്കെ ആയിരിക്കും, ഇതൊരു 2, 3 ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഡിക്രീസിങ് മോഡിൽ വരുവാണെങ്കിൽ ഇതൊരു സ്വിങ്ങിനൊക്കെ നല്ലതാണ് റിലേറ്റീവ് വോളിയംസ്. അപ്പോൾ മന്ത്ലിയിൽ നിന്ന് കുറഞ്ഞാണ് മന്ത്ലി ഉള്ള ഡ്യൂറേഷൻ കൂടുതലല്ലേ, വോളിയത്തിന്റെ അത്രയും ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറവായിരിക്കും വീക്കിലി വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ്, ഇവിടെ ഒരു എക്സ്ട്രാ ഓർബിറ്റൻ റിലേറ്റീവ് വോളിയം വന്നു കഴിഞ്ഞാൽ പ്രശ്നം സസ്റ്റെയിൻ ചെയ്യില്ല ചില സമയത്ത്. ഇതിപ്പോൾ ഇന്ന് 92 ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, നാളെ നമ്മൾ നോക്കുമ്പോൾ ഇത് 5, 6 ഒക്കെ ആയിരിക്കും. ഇത് പെട്ടെന്ന് ഡ്രോപ്പ് ആയി പോകും. ഇപ്പോൾ ഒരു സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു ലെസ് ദാൻ 10 ഒക്കെ മാത്രമേ നമ്മളിവിടെ ഇൻട്രാഡേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാവൂ കേട്ടോ. അത് ചാടിക്കയറി ഇവിടെ ഒരുപാട് റിലേറ്റീവ് വോളിയം ഉണ്ട്, 85 ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കയറി എടുക്കുക. ചിലപ്പോൾ ഇത് ഇതുപോലെ തന്നെ തിരിച്ചടിച്ചെന്നിരിക്കും, നാളെ ചിലപ്പോൾ ഇത് നെഗറ്റീവായി എന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒന്ന് സൂക്ഷിക്കുക. എക്സ്ട്രാ ഓർബിറ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കരുത്. ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, നോക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റഡി മൂവ് ഉള്ളത്. ഇപ്പോൾ ഇന്ന് മറ്റേ ആ ഓട്ടോമൊബൈൽ പോയത് കണ്ടില്ലേ, അത് നല്ല സ്റ്റഡി ആയിട്ടല്ലേ പോയത്, ഒന്ന് താഴോട്ട് വന്നിട്ടേ ഇല്ല, ചെറിയ 1-2% താഴോട്ട് വന്നിട്ടുള്ളൂ. ഞാനൊരു 4% കണ്ടു,
6% പോയി വീണ്ടും 4% വന്ന് പിന്നെ അവിടുന്ന് 10 12 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റഡി ആയിട്ടല്ലേ പോയത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ അത് ഇന്ന് രാവിലെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റഡി ഇത് ആയിട്ട് എപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്? മീൻസ് ഇത് ഇൻട്രാഡേക്ക് നോക്കുവാണെങ്കിൽ ടൈമിംഗ് വല്ലതും ഉണ്ടോ? ഇത് അതോ രാവിലെ ഓപ്പണിംഗിൽ തന്നെ നോക്കാം? മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി തുടങ്ങാം. 9:30 ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് ഗ്യാപ്പ് അപ്പ് പെർസെൻറ്റേജ് ചേഞ്ച് 8 10 ആയിരിക്കും. ചിലപ്പോൾ അത് താഴോട്ട് വന്നിട്ട് 5 6 വന്നിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ട് തിരിച്ച് കയറാൻ തുടങ്ങും. അപ്പോൾ വോളിയം ഇവിടെ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങും. ഒരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് തൊട്ട് നോക്കാം. ഓക്കെ, ഇതൊരു 11 മണിക്ക് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. രാവിലത്തെ ഒരു മണിക്കൂർ ആ സമയത്ത് നമുക്കൊരു ചെയ്യുന്ന മാതിരി നമുക്ക് നോക്കിയിട്ട് ആ അന്നേരം ഉള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അല്ല സിംഗിലേക്ക് ആണെങ്കിൽ സിംഗിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാലും ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ടെക്നിക്കൽ റേറ്റിംഗ്സ് ആണ്. നമ്മൾ അന്ന് നോക്കിയതാണ് ടെക്നിക്കൽ റേറ്റിംഗ്സ്, മൂവിങ് ആവറേജസിന്റെ ടെക്നിക്കൽ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജും ഓസിലേറ്ററിന്റെ കമ്പൈൻഡ് റേറ്റിംഗ് ആണ് ടെക്നിക്കൽ റേറ്റിംഗ്. അപ്പോൾ ടെക്നിക്കൽ റേറ്റിംഗ് എന്താണെന്ന് നോക്കുക, സ്ട്രോങ് ബൈ ആണോ നോക്കുക. മൂവിങ് ആവറേജ് റേറ്റിംഗ് നോക്കുക, സ്ട്രോങ് ബൈ ആണോ നോക്കുക. ഓസിലേറ്റർ റേറ്റിംഗ്സ് സ്ട്രോങ് ബൈ വളരെ കുറവ് വരാറുള്ളൂ. പക്ഷേ ഓസിലേറ്റർ റേറ്റിംഗ് ബൈ ആണെങ്കിൽ അതൊരു കൺഫർമേഷൻ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ കൺഫർമേഷൻസ് സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അനലിസ്റ്റ് റേറ്റിംഗ് കൂടെ നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ടെക്നിക്കലി റേറ്റിംഗ് ബൈ ആണ്, മൂവിങ് ആവറേജ് ബൈ റേറ്റ് ആണ്. ടെക്നിക്കലി ഇത് എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ കൺഫർമേഷൻ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. സിങ്ങിലേക്കായാലും ടെക്നിക്കല് മൂവിങ് ആവറേജസ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓസിലേറ്റർ ബൈ ആണ്, അനലിസ്റ്റ് ബൈ ആണ്, പ്രൈസ് എബോ 20 VWAP ആണ്, അല്ല ഇതാണ് മൂവിങ് ആവറേജ് SMA ആണ്, RSI 50 to 80 പിന്നെ ഇതാണ് നമ്മുടെ പിന്നെ ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന ഡെയിലി ബേസിസ് മാറും. ടേൺ ഓവർ വോളിയം ഉണ്ട്, റിലേറ്റീവ് വോളിയം നമുക്ക് 1.5 എബോ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 1 വീക്കിനൊക്കെ കൂടുതൽ 90 ഡേയ്സിനൊക്കെ കൂടുതൽ 1 വീക്ക് വോളിയം ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് 2-3 ദിവസം നമ്മുടെ കയ്യിൽ പെട്ടാലും നമുക്ക് ഇറങ്ങി വരാൻ പറ്റും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. കല്യാൺ ജ്വല്ലറി, സംഘം ഇൻഡസ്ട്രീസ്, SKM പ്രൊഡക്ഷൻ, ഗോദ്രേജ് ഒക്കെ അതുകൊണ്ട് ഇതിനകത്ത് മറ്റേ സെൻസാറും വന്നിട്ടുണ്ട്. സെൻസാർ പക്ഷേ ഇന്ന് വോളിയം കുറവായിരുന്നു. ഇന്നലത്തേനൊക്കെ വോളിയം ഇന്ന് കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതൊരു ലോങ് ടേമിലേക്ക് സിങ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. നാളെ ചിലപ്പോൾ കുറച്ചൊന്ന് റിവേഴ്സലായിട്ട് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒന്ന് ഇട്ടിട്ട് വാച്ച് ചെയ്ത് നോക്കുക. വാച്ച് ചെയ്ത് നോക്കുമ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ വാച്ച് ചെയ്ത് നോക്കിയിട്ട് പറയുക എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇരിക്കണം. ഞാനതിന് പ്രത്യേകത ആണല്ലോ, ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേക്കുന്ന ഷേപ്പ് ആയിരിക്കും. ഇപ്പോൾ ഒരു 1 മന്താണ് ഇട്ടേക്കുന്നത്, 5 ഡേയ്സ് ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡിന് ശേഷം ഒരു സൈഡ് വേസ് വന്നിട്ട് ബ്രേക്ക്ഔട്ട് ആവുന്ന ഒരു മോഡലായിരിക്കും. ഇത് ഓൾവേസ് ഈ ഒരു ഷേപ്പ് വരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഈ ഒരു ഷേപ്പ്. ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്ന ഒരു ഷേപ്പാണ്. ഇപ്പോൾ ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ സംഘം ഇൻഡസ്ട്രീസ്, അത്യാവശ്യം ഒന്നാമത് ഇത് നല്ലൊരു റൈഡ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു മൂവ് കഴിഞ്ഞു ഇവിടെ വന്നൊരു സൈഡ് വേസ് പോയതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ആവുന്നത്. അപ്പം നമുക്ക് വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കാരണം നമുക്ക് രാവിലെ തന്നെ മനസ്സിലായത് ഇവിടുന്ന് പോകും. നാളെ ഇത് വീണ്ടും പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു പ്രീവിയസ് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞോ? ഇല്ല, ടച്ച് ചെയ്ത് നിൽക്കുകയാണ് കറക്റ്റ്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വോളിയം ഒരു 3, റിലേറ്റീവ് വോളിയം ഒരു 3 എബോ ആൻഡ് ടേൺ ഓവർ വോളിയം ഒരു 2 ബില്യൺ എബോ ഒക്കെ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഈസി ആയിട്ട് റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് പോകും.
അങ്ങനെയുള്ള സ്റ്റോക്കുകൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പോവാറുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പ് ഫോം ചെയ്യാൻ തോന്നുന്നു. RSI അവിടെ നിൽക്കുകയാണ്. RSI 78 നിൽക്കുകയാണ്. ഇനിയും പോകും. 80, 85 ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. വോളിയം 3.62 കമ്പാരിറ്റീവ്ലി ആവറേജ് വോളിയത്തിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇത് രാവിലെ ഇതുപോലെ 11% ഒക്കെ ആണെങ്കിൽ ഒഴിവാക്കിയേക്കും. 5-6% കിട്ടുന്നതാണെങ്കിൽ കയറി കഴിഞ്ഞാൽ 10-12% വരെയൊക്കെ മേലോട്ട് പോകും. അതുപോലെ 2-3% നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. ഇത് അധികം തിരിച്ചു വരാറില്ല, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ച് നെഗറ്റീവിലേക്ക് പോകാറില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം. മിക്കപ്പോഴും ഇത് മുകളിലോട്ട് കയറിയും ചെറിയ കറക്ഷൻസ് ഒക്കെ വരും. ചിലപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞാലും തിരിച്ച് 4-5% വരും. പക്ഷേ ഇതൊരു നെഗറ്റീവിലേക്ക് പോയി ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നമ്മൾ വീക്കിലി നമ്മൾ മോണിറ്റർ ചെയ്യാനാണെങ്കിൽ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് എക്സലിലോ എവിടെയാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഇട്ട് മോണിറ്റർ ചെയ്യുക. അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എടുക്കുക. രാവിലത്തെ 5 മിനിറ്റ് മാർക്ക് ചെയ്ത് അങ്ങ് ഇടുക. കാണാൻ മേലല്ലോ. സമയം നോക്കണ്ട, എനിക്കിവിടെ 4:45 മാർക്കറ്റ് തുറക്കുന്നത്. 13-ാം തീയതി അല്ലേ? 9:55 10 ജൂലൈ 13. ഈ ഒരു ക്യാൻഡിൽ അങ്ങ് മാർക്ക് ചെയ്തിടുക. ഇതാണെന്ന് തോന്നുന്നു ഇന്നത്തെ 5 മിനിറ്റത്തെ ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ അതിനപ്പുറത്ത് 5 മിനിറ്റത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അങ്ങ് മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്തിട്ടിട്ട് ഇതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് ട്രെയിൽ ചെയ്തിട്ട് നോക്കാവുന്നതാണ് രാവിലെ കിട്ടുവാണെങ്കിൽ. ഓക്കെ, അതുപോലെ ഇതുപോലെ പ്രീവിയസ് റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ അവിടെ ഇറങ്ങുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് നേരത്തെ മാർക്ക് ചെയ്ത് കറക്റ്റ് റെസിസ്റ്റൻസ് വന്നപ്പോൾ അതൊരു സൈഡ് വേസിലേക്ക് പോയി. പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിന് വോളിയം ഉണ്ട്. കണ്ടോ, ഈ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴോട്ട് വന്ന് വീണ്ടും ബ്രേക്ക് ചെയ്തു, പിന്നെയും താഴോട്ട് വന്ന് വീണ്ടും ബ്രേക്ക് ചെയ്തു, മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ചെയ്തു. അത് കാരണം വെച്ചാൽ നമ്മുടെ വോളിയം അത്ര സ്ട്രോങ് ആണ്. ഇന്നത്തെ ദിവസം നോക്കുന്നത് ത്രൂ ഔട്ട് വോളിയം ഹൈ ആണ്. ക്ലിയർ ആയത്? സർ നമ്മളിപ്പോ പറഞ്ഞതേ ആ 5 മിനിറ്റ് ക്യാൻഡിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പൊ ആദ്യത്തെ ആ ഒരൊറ്റ ക്യാൻഡിലല്ലേ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ചിലപ്പോ ഇത് നോക്കാം. 20 വരെയുള്ള ടൈമില് അല്ലേ? 15 അതായത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ 15 ടൈം കഴിഞ്ഞിട്ടുള്ള ആ 20 വരുമ്പോഴത്തേക്കുള്ള. അതെ, ആ 20 അല്ലെങ്കിൽ അതിനടുത്ത ക്യാൻഡിൽ. ആദ്യത്തെ 5 മിനിറ്റത്തെ 10 മിനിറ്റത്തെ ക്യാൻഡിൽ ഒന്ന് റെസ്റ്റ് കൊടുക്കുക. വോളിയം ഒക്കെ ഒന്ന് ഇതായി വരണമെങ്കിൽ, ഈ വിവാപ്പ് ഒക്കെ വരണമെങ്കിൽ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിവാപ്പ് ഒക്കെ വരത്തുള്ളൂ മാർക്കറ്റിൽ, വോളിയം ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റത്തെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ എടുത്ത് ഇന്നത്തെ എവിടെയാണ് 13. ഓക്കെ, ഇത് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇവിടെ മാർക്ക് ചെയ്തിടുക. അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഇതല്ലെങ്കിൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അത് ഗ്രീൻ ക്യാൻഡിൽ എടുക്കുക, അല്ലെങ്കിൽ മറ്റേ എടുക്കുക. ഇത് എടുത്തിട്ട് അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമുക്കിവിടെ നോക്കുമ്പം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞോണം ഇതിൻ്റെ ഓവർവ്യൂ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കിട്ടും. സീസൺ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. ഈ സീസണിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഏത് മാസമാണ് ഇത് കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ മാസത്തിൽ അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു ഗ്യാരണ്ടീഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ വേണ്ടി പറഞ്ഞു. അപ്പം ഈ ഒരു സീസണിൽ ഇത് വരുന്നതുകൊണ്ട് കാരണം ഇവിടെ നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി കുറവാണ്. ഇതൊരു സിങ് എടുക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും സീസൺ നോക്കുന്നത്.
ഈ മാസങ്ങളിൽ നോക്ക്, എല്ലാ വർഷവും ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ഇത് ലോസിലാണ്. ഇനി ഒന്നും മുട്ട കിട്ടാറില്ലെന്ന് തോന്നുന്നു. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലാണ് മുട്ട ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അന്നാണ് പ്രോഫിറ്റ് കൂടുതൽ, ഇത് മൂവ്മെന്റ് കൂടുതലുണ്ടായത്. ഡിമാൻഡ് കൂടുതലുള്ള ഈ സമയത്താണ്. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏറ്റവും കൂടുതൽ മുട്ട ഈ സമയത്ത് ആൾക്കാർ കഴിക്കുന്നതെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? അതിനകത്ത് ഡൗട്ട് വല്ലതും ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കുക. ഇത് 100% ഔട്ട്പുട്ട് ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ 10-15 ചാർട്ട് കിട്ടും. 10-15 ചാർട്ട് എടുത്ത് വാച്ച് ലിസ്റ്റിൽ ഇടുക. വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് മോണിറ്റർ ചെയ്യുക. ഇന്ന് വന്നേക്കുന്ന ചാർട്ടുകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നാളെ അറിയാൻ പറ്റും. ഇന്ന് നമ്മൾ കണ്ട പല ചാർട്ടുകളും ഇതിനകത്തുണ്ട്. ഇന്ന് ഡിസ്കസ് HEG ഒക്കെ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, SKM, സംഘ്, കല്യാൺ ഒക്കെ ഉണ്ട്. ഇത് ഇത്രയും ടൈറ്റ് ആക്കി വെച്ചെങ്കിൽ ഈ സ്റ്റോക്കിന് എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വരും. പക്ഷെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പാടായതുകൊണ്ടാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഞാൻ സ്ക്രീനർ ആദ്യം മുതൽ ഫോളോ ചെയ്തില്ല. ഞാനിങ്ങനെ നോക്കി നോക്കി ഉണ്ടാക്കാം. സ്ക്രീനർ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി അല്ല, എന്താണ്. കിട്ടിയതാ. ഞാനത് നോക്കിയിട്ട് ഏകദേശം ക്രിയേറ്റ് ചെയ്യും. ഞാൻ ആദ്യം ഐപാഡിലായിരുന്നു. അപ്പൊ പിന്നെ രണ്ടും സ്ക്രീൻ ഷെയറും ചെയ്ത് അതും കണ്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പുതിയ ഉണ്ടാക്കി കാണിച്ചത്. ഡൗട്ട്. ബാക്കി എല്ലാവരും എന്ത് പറയുന്നു? ആരും മിണ്ടുന്നില്ല. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്ത ദിവസം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ആഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്ക്. ട്രേഡ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റോക്ക് പോകുന്നുണ്ട് അത് വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് സിങ്ങിലേക്ക് നോക്കുക. അത് ഒരു മാസത്തേക്ക് എത്ര പെർസെന്റ്. അപ്പൊ അതിനായിട്ട് സിംഗില് ഒരു വാച്ച് ലിസ്റ്റ് ഇട്ട് ഒരു മാസം എത്ര പെർസെന്റ്, അല്ലെങ്കിൽ എക്സൽ ഇട്ടിട്ട് ഗൂഗിൾ ഷീറ്റ്, എക്സൽ അല്ല ഗൂഗിൾ ഷീറ്റ്, എക്സലിലും വർക്ക് ചെയ്യും. ഗൂഗിൾ ഷീറ്റ് ഇട്ടിട്ട് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ഇട്ട് നോക്കുക. കറണ്ട് പ്രൈസ് ഇട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ എത്ര പെർസെന്റ് വ്യത്യാസം വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ഒരു മാസമോ 1 വീക്കൊക്കെ. ഓക്കെ, അപ്പൊ എന്നാ ഞാൻ നിർത്തുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.